ജോലി കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സമാധാനമായിട്ട് വീട്ടിൽ പോയി ഇരിക്കുമ്പോൾ ബോസ് വിളിക്കാറുണ്ടോ? ഇനി വിളിച്ചാൽ ഫോൺ എടുക്കണ്ട. നിങ്ങളൊരു IT എംപ്ലോയി ആണോ? ഇനി മുതൽ നിങ്ങളുടെ ഓഫീസ് ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോളുകൾ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയും അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നിയമസഭയിൽ കേരളാസ് റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാഞ്ഞിരപ്പള്ളി MLA ആയ N ജയരാജാണ് ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് പ്രകാരം പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയീസിന് അവരുടെ ഓഫീസ് ടൈം കഴിഞ്ഞാൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫോൺ കോളുകളോ മെസ്സേജുകളോ വീഡിയോ കോൺഫറൻസുകളോ ഇമെയിലുകളോ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാകാം ജോലിയിൽ നിന്നും അവർ നിങ്ങളെ പിരിച്ചുവിട്ടാലോ എന്ന്. എന്നാൽ ഈ ബില്ല് പ്രകാരം നിങ്ങൾ ഫോൺ കോളുകളോ ഇമെയിൽസോ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാനോ നിങ്ങളുടെ ബോണസ് കട്ട് ചെയ്യാനോ നിങ്ങൾക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനോ കമ്പനിക്ക് സാധിക്കുകയില്ല. ഇത് റിലേറ്റഡ് ആയി എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയ്മെന്റ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയെ ഈ ബില്ല് പ്രകാരം സമീപിക്കാവുന്നതാണ്. ഇത് മെയിനായിട്ടും ഉപയോഗപ്രദമാകുന്നത് IT സെക്ടറിലും കോർപ്പറേറ്റുകളിലും സ്റ്റാർട്ടപ്പുകളിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണ്. എന്നാൽ മീഡിയ ആഘോഷിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇതൊരു പ്രൈവറ്റ് ബിൽ ആയതുകൊണ്ട് തന്നെ ഇത് പാസ്സാകാനുള്ള ചാൻസ് 1%ലും താഴെയാണ്. അതുപോലെ തന്നെ ഈ ബില്ലിന്റെ പ്രാക്ടിക്കാലിറ്റിയെ പറ്റിയും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു പ്രൈവറ്റ് ബിൽ മാത്രമേ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളുടെ നിയമസഭയിൽ പാസ്സായിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലും വെറും 14 പ്രൈവറ്റ് ബില്ലുകൾ മാത്രമേ ഇൻഡിപെൻഡൻസിന് ശേഷം പാസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു യൂട്ടോപ്യൻ ഐഡിയ ആയി മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഫോളോ ലീഗൽ ഫ്രണ്ട് അമിതാഭ് ടു നോ യുവർ റൈറ്റ്സ്.